ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞത് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷ ചെയ്യുന്നതിനായി പോയ ആ ഭാഗം വരെയാണ്. അതിനുശേഷം രാമനും ലക്ഷ്മണനും മഹർഷി മന്ത്രദീക്ഷ നൽകുന്ന ആ ഭാഗമാണ് നമ്മൾ അവസാനമായി പറഞ്ഞ് നിർത്തിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ മന്ത്രദീക്ഷ ഒക്കെ സ്വീകരിച്ചതിനു ശേഷം രാമനും അനുജനായ ലക്ഷ്മണനും മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് അവർ 3 പേരും കൂടി അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ വിശ്വാമിത്ര മഹർഷി രാമനോടും ലക്ഷ്മണനോടും താടകയെപ്പറ്റി പറയുന്നു. താടക താമസിക്കുന്ന വനത്തിൻ്റെ പേര് താടകാവനം എന്നാണ്. എന്നിട്ട് ഒരു വഴി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ വഴി പോവുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് എൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരാം. എന്നിട്ട് മറ്റൊരു വഴി ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇതിലെയാണ് പോകുന്നതെങ്കിൽ വെറും 3 നാഴിക നടന്നാൽ മതി. പക്ഷേ ആ വഴിയിൽ ആര് താമസിക്കുന്നുണ്ട്? താടക എന്ന രാക്ഷസി താമസിക്കുന്നുണ്ട്. ഈ വനത്തിൻ്റെ പേര് താടകാവനമെന്നാണ്. ഈ താടക എന്ന രാക്ഷസി അതിഭയങ്കരിയാണ്. എത്രയെത്ര മനുഷ്യരെയാണ് അവൾ പിടിച്ചു തിന്നിരിക്കുന്നത്. നമുക്ക് ഏതു വഴി പോകണം രാമ? ഇങ്ങനെ മഹർഷി ചോദിച്ചപ്പോൾ, എന്തിനാണ് മഹർഷി നമ്മൾ വെറുതെ ഇങ്ങനെ ചുറ്റിപ്പോകുന്നത്? എളുപ്പമുള്ള വഴിയേ പോകാം. ആ രാക്ഷസി പിടിച്ചു തിന്നാൻ വന്നാൽ അവളെ വധിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ രാമൻ ചോദിക്കുമ്പോൾ മഹർഷി ചോദിക്കുകയാണ്, അവൾ ഭയങ്കരിയാണ്. ഓർത്തിട്ട് തന്നെ എൻ്റെ ശരീരം വിറയ്ക്കുന്നു. രാമ, നിന്റെ തീരുമാനം എനിക്ക് മനസ്സിലാകുന്നില്ല. രാക്ഷസി വരുമ്പോൾ 2 പേരും കൂടി എന്നെ ഉപേക്ഷിച്ചിട്ട് ഓടിക്കളയുമോ? ഇങ്ങനെ ഗുരു ചോദിച്ചപ്പോൾ 2 പേരും കൂടി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഗുരു, ധനുസ് വെറുതെയാണോ ചുമക്കുന്നത്? രാമൻ എന്ന പേര് വ്യർത്ഥമാണോ? ഒരു ബാണം മാത്രമേ ഉപയോഗിക്കേണ്ടി വരികയുള്ളൂ. താടകയെ ഞാൻ വധിച്ചിരിക്കും. അങ്ങയെ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുക ഇല്ല. ഇങ്ങനെ രാമൻ പ്രതിജ്ഞ ചെയ്തു കൊടുക്കുകയാണ് മുനിക്ക്. അതിനുശേഷം അവർ 3 പേരും കൂടി മുമ്പോട്ട് നടന്നു. 2 കുമാരന്മാരുടെയും നടുക്കായിട്ടാണ് മഹർഷി നടക്കുന്നത്. അങ്ങനെ നടന്ന് അവർ താടകയുടെ ഭവനത്തിൻ്റെ അടുക്കലെത്തിച്ചേർന്നു. മഹർഷി ചൂണ്ടിക്കാണിച്ചു, അതാ താടകവനം. അവിടെ കിടന്നുറങ്ങുന്നത് കണ്ടോ? അവളാണ് താടക എന്ന രാക്ഷസി. ഇങ്ങനെ പറഞ്ഞ് മഹർഷി ചൂണ്ടിക്കാണിച്ചിട്ട് പാവം പുറകോട്ട് മാറി നിന്നു പേടിച്ചിട്ട്. രാമൻ ആ ഭവനത്തിലേക്ക് നോക്കി. രാക്ഷസി സ്വർണ്ണക്കട്ടിലിൽ ഉറങ്ങുന്നു. രാമൻ ഞാണൊലി ഉതിർത്തു. ഞാണൊലിയുടെ ശബ്ദം കേട്ട് രാക്ഷസി ഉണർന്നു. നന്നായി ഒരു നോട്ടം നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? നിന്റെ പ്രാണൻ ഇന്നു ഞാൻ എടുക്കും. ഇങ്ങനെ താടക അലറിക്കൊണ്ട് പറഞ്ഞിട്ട് രാമൻ്റെ നേരെ നോക്കി. താടക വിചാരിക്കുകയാണ്, മുനിമാരുടെ ശരീരത്തിൽ എല്ലും തോലും മാത്രമാണ്. ഇപ്പോൾ നല്ല രക്തവും മാംസവും ഉള്ള ഒരു ഇരയെ ദൈവം കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ഇങ്ങനെ താടക വിചാരിച്ചപ്പോൾ മഹർഷി താടകയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, കണ്ടോ, ചെമ്പുകമ്പി പോലെയുള്ള തലമുടി, ഇരുമ്പുപാര പോലെയുള്ള പല്ലുകൾ. കണ്ടോ രാമ, കണ്ടോ ലക്ഷ്മണ, താടകയെ കണ്ടോ? ഇങ്ങനെ പേടിച്ച് മഹർഷി പറയുകയാണ്. അപ്പോൾ താടക തൻ്റെ വായും പൊളിച്ചുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. ആ വരവ് കണ്ടിട്ട് രാമൻ പറയുകയാണ്, നിന്നെ ഞാൻ ഇന്ന് യമപുരിയിൽ അയക്കും. മനുഷ്യരെ പിടിച്ചു നിന്ന് വനം ദുഷിപ്പിക്കുന്നവളെ, നിന്നെ പേടിച്ച് സാധുക്കൾക്ക് ഈ വഴി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. രാമൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ താടക
വികൃതരൂപിയായി തീരുകയും അവൾ ഒരു വലിയ മരം പിഴുതെടുത്ത് രാമനെയും ലക്ഷ്മണനെയും അടിക്കാനായി തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ ആ വലിയ മരം പിഴുതെടുത്ത് രാമൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ആ സമയത്ത് രാമൻ ഒരു അസ്ത്രം ആ മരത്തിൻ്റെ നേരെ അയച്ചു. ആ ഒരൊറ്റ അമ്പുകൊണ്ട് അവൾ പിടിച്ചു നിന്ന ആ മരം നുറുങ്ങിപ്പോയി. പതറിപ്പോയ താടക മറ്റൊരു മരം പറിച്ചുകൊണ്ട് അവരെ അടിക്കാനായി ഓടിയെടുത്തു. രാമൻ മറ്റൊരമ്പ് കൊണ്ട് അവളുടെ മുഖം തകർത്ത് കളഞ്ഞു. എന്നിട്ടും അവൾ രാമനെ വിഴുങ്ങുവാൻ മുമ്പോട്ട് പാഞ്ഞു വന്നു. വീണ്ടും ഒരമ്പയച്ചു. വർഷകാലത്തെ ഇടിനാദം പോലെ വീണ്ടും വീണ്ടും രാമൻ ശരം പൊഴിച്ചു. ദേവന്മാർ അപ്പോൾ രാമനോട് അപേക്ഷിച്ചു, വജ്രബാണം കൊണ്ട് അവളുടെ ജീവൻ എടുക്കൂ രാമ. അത് കേട്ടപ്പോൾ രാമൻ വജ്രബാണം തൊടുത്തു. അത് താടകയുടെ മാറിൽ പതിച്ചു. അവൾ 60 യോജന അകലെ ചെന്ന് മരിച്ച് വീണു. അവളുടെ അലർച്ച കേട്ട് മഹർഷി ആകെ തളർന്നുപോയി, ഭയന്നുപോയി. അപ്പോഴേക്കും രാമൻ താടകയെ വധിച്ചിട്ട് മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു. മഹർഷിക്ക് ആശ്വാസമായി, സന്തോഷമായി. കൗസല്യപുത്ര, താടകയെ നീ വധിച്ചല്ലോ. മഹർഷിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാമൻ വിനയപൂർവം മഹർഷിയോട് പറയുകയാണ്, മഹർഷി, അത് എൻ്റെ കഴിവല്ല, അവിടുത്തെ അനുഗ്രഹം മാത്രം. മഹർഷി താടകയുടെ ശരീരം കാണുവാൻ പോയി. ശവശരീരം കണ്ടിട്ട് പോലും മഹർഷി പേടിച്ചു വിറച്ചു. ഇത്ര ഭീകരമായ ഒരു രൂപം മുമ്പൊരിക്കലും ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് മുനി വീണ്ടും വീണ്ടും പറഞ്ഞു. ഹരേ കൃഷ്ണ. ഇതാണ് ശ്രീരാമചന്ദ്രൻ്റെ ആദ്യത്തെ യുദ്ധം. അദ്ദേഹം ആദ്യമായി വധിച്ചത് താടക എന്ന രാക്ഷസിയെ ആണ്. അങ്ങനെ താടകയെ വധിച്ചതിനു ശേഷം രാമനും ലക്ഷ്മണനും മഹർഷിയും കൂടി ഒരു പുണ്യമായ ഭൂമിയിൽ എത്തിച്ചേർന്നു. വിശ്വാമിത്രൻ കുമാരന്മാരോട് പറഞ്ഞു, രാമ, ലക്ഷ്മണ, കേൾക്കൂ. ഇവിടെയാണ് 49 മരുത്തുക്കൾ പിറന്നത്. അതിനുശേഷം ആ പാവന ഭൂമിയും കടന്ന് അവർ അഹല്യ തപോവനത്തിൽ എത്തിച്ചേർന്നു. മഹർഷി പറഞ്ഞു, രാമ, ആ ശിലയുടെ മേൽ പാദങ്ങൾ അർപ്പിക്കൂ എന്ന് പറഞ്ഞ് ഒരു ശില മഹർഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മുനിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് രാമൻ ആരാഞ്ഞു, എന്തിനാണ് മുനി ഞാൻ ആ ശിലയുടെ മേൽ പാദങ്ങൾ പതിപ്പിക്കുന്നത്? അപ്പോൾ മുനി പറയുകയാണ്, കേൾക്കൂ രാമ, പഴയ കഥയാണ്. വിധാതാവ് 1000 സുന്ദരിമാരെ സൃഷ്ടിച്ചു. അവരുടെ എല്ലാ ലാവണ്യവും കൂട്ടിച്ചേർത്ത് ഒരു സുന്ദരിയെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. അവളുടെ പേരാണ് അഹല്യ. 3 ലോകത്തും അതുപോലെ ഒരു സുന്ദരിയില്ലായിരുന്നു. ഗൗതമ മഹർഷി അഹല്യയെ വിവാഹം കഴിച്ചു. ഇന്ദ്രൻ ഗൗതമൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഒരിക്കൽ പ്രഭാതത്തിൽ ഗൗതമൻ തപസ്സിന് പോയി. അപ്പോൾ ഇന്ദ്രൻ ഗൗതമൻ്റെ വേഷം ധരിക്കുകയും ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. പാവം അഹല്യ വിചാരിച്ചു, ഇപ്പോൾ വന്നിരിക്കുന്നത് ഗൗതമനാണെന്ന്. എന്താണ് ഇന്ന് രാവിലെ വന്നത്? ഇങ്ങനെ അഹല്യ ഗൗതമ വേഷധാരിയായ ഇന്ദ്രനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറയുകയാണ്, നിന്റെ കാന്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് എങ്ങനെ തപസ്സു ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എൻ്റെ കാമം ശമിപ്പിക്കൂ പ്രിയേ. ആലിംഗനം ചെയ്ത് ആ തീ നീ അണയ്ക്കൂ. ഇങ്ങനെ ഗൗതമ വേഷധാരിയായ ഇന്ദ്രൻ അഹല്യയോട് പറഞ്ഞു. പതിവ്രതയാണ്,
ഭർത്താവിൻ്റെ വാക്യം ലംഘിക്കാനാവില്ല. അങ്ങനെ തന്നെ അവർ ശയ്യാഗൃഹത്തിൽ കടന്നു. ഇന്ദ്രൻ ഗുരുപത്നി എന്ന് വിചാരിച്ചില്ല. ദുഷ്ടനായ ഇന്ദ്രൻ ഗുരുപത്നിയുടെ ധർമ്മം നശിപ്പിച്ചു. അതിനുശേഷം ഗൗതമ ദേശധാരിയായ ഇന്ദ്രൻ അവിടെ നിന്നും പോവുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ധ്യാനിച്ചതിനു ശേഷം മുനി മടങ്ങി വന്നു. അഹല്യ പതിക്ക് ഇരിപ്പടം ഒരുക്കി. മുനി അഹല്യയോട് ചോദിച്ചു, എന്താണ് പ്രിയേ ഇന്ന് മെയ്യിൽ ശൃംഗാര ലക്ഷണങ്ങൾ കാണുന്നത്? മുനിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവൾ പറയുകയാണ്, പ്രഭോ, അവിടുന്ന് ചെയ്ത കർമ്മങ്ങൾ തന്നെ. ഇത് കേട്ടപ്പോൾ ആകാശമാകെ ഇടിഞ്ഞ് ശിരസിൽ വീണതുപോലെ ഗൗതമന് തോന്നി. അദ്ദേഹം കോപിച്ചു. ധ്യാനദൃഷ്ടി കൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം മഹർഷി മനസ്സിലാക്കി. പുരന്ദരൻ വംശത്തിന് കളങ്കം വരുത്തിയിരിക്കുന്നു. ഇന്ദ്ര, ഇന്ദ്ര എന്ന് മുനി ഉറക്ക വിളിച്ചു. ഇന്ദ്രൻ പേടിച്ചു, വിറച്ചുകൊണ്ട് കടന്നു വന്നു. കോപത്തോടു കൂടി ഗൗതമൻ ഇന്ദ്രനെ കണ്ടു പറയുകയാണ്, പുരന്ദര, നിന്നെ ഞാൻ ഇത്രനാൾ ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്നു നീ എനിക്ക് നല്ലൊരു ഗുരുദക്ഷിണയാണ് തന്നിരിക്കുന്നത്. വംശത്തിനു തന്നെ കളങ്കം വരുത്തിയ നിന്റെ ദേഹം നിറയെ ലിംഗങ്ങൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ ഇന്ദ്രനെ ഗൗതമ മുനി ശപിച്ചു. അതിനുശേഷം രൂക്ഷമായ നയനങ്ങളോടുകൂടി മുനി അഹല്യയെ ശപിച്ചു. നിന്റെ കളേബരം ഒരു ശിലയായി തീരട്ടെ. ഇങ്ങനെയാണ് ശപിച്ചത്. അഹല്യ മുനിയുടെ കാൽ പിടിച്ച് അപേക്ഷിച്ചു, എന്നാണ് എനിക്ക് ശപമോക്ഷം കിട്ടുക? ഇങ്ങനെ പറഞ്ഞ് അഹല്യ കരയുകയാണ്. അഹല്യയുടെ ദുഃഖം കണ്ട് ഗൗതമ മുനിയുടെ മനസ്സ് അലിഞ്ഞു. എങ്കിലും അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശാപം വെറുതെ ആവുകയില്ല. ഭഗവാൻ രാമൻ ദശരഥ കുലത്തിൽ ജനിക്കുമ്പോൾ വിശ്വാമിത്രൻ യജ്ഞരക്ഷയ്ക്കു വേണ്ടി രാമനെ കൂട്ടിക്കൊണ്ടുവരും. ശിലയായ നിന്റെ മേൽ രാമപാദം പതിക്കുമ്പോൾ നിനക്ക് ശാപത്തിൽ നിന്നും മോചനം ലഭിക്കും. ഇങ്ങനെ ഗൗതമ മുനി ശാപമോചനവും അഹല്യയ്ക്ക് നൽകി. വിശ്വാമിത്ര മഹർഷി ഇങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, മഹർഷി, അഹല്യ ബ്രാഹ്മണ സ്ത്രീയല്ലേ, എങ്ങനെയാണ് ചവിട്ടുന്നത്? ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, ഇപ്പോൾ ബ്രാഹ്മണി അല്ലല്ലോ, ശിലയല്ലേ. വിശ്വാമിത്ര മഹർഷിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാമൻ ആ ശിലയുടെ മേൽ തൻ്റെ തൃപ്പാദങ്ങൾ പതിച്ചു. അതോടുകൂടി അഹല്യയ്ക്ക് ശാപമോക്ഷവും ലഭിച്ചു. അഹല്യാദേവി അങ്ങനെ ശാപമുക്തയാവുകയും ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദശരഥൻ്റെ പുത്രന്മാർ മുനിപത്നിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. മുനിവാക്യങ്ങൾ ഓർക്കുന്ന മുനിപത്നി സന്തോഷത്തോടുകൂടി രാമലക്ഷ്മണന്മാരെ ചേർത്തു പിടിച്ച് അനുഗ്രഹിച്ചു. ഭക്ഷ്യപാനീയങ്ങളാൽ അവർക്ക് ആതിഥ്യം അരുളി. വിധിപ്രകാരം കുമാരന്മാർ അതെല്ലാം സ്വീകരിച്ചു. അപ്പോൾ ആകാശത്തു നിന്നും ദേവദുന്ദുഭി മുഴങ്ങി. പുഷ്പവൃഷ്ടി ദേവന്മാർ ചെയ്തു. ഗന്ധർവന്മാരും അപ്സരസ്സുകളുമെല്ലാം ആകാശത്ത് ഒത്തുകൂടി പാടുകയും ആടുകയും ചെയ്തു. സാധു സാധു എന്ന് ഉരുവിട്ടുകൊണ്ട് ദേവന്മാർ അവിടെ എത്തിച്ചേരുകയും അഹല്യയെ പൂജിക്കുകയും ചെയ്തു. തപോബല വിശുദ്ധയായി തീർന്ന അഹല്യ ഗൗതമനോട് ചേർന്നു. മഹാതേജസ്വിയായ ഗൗതമൻ ഭാര്യാസമേതനാവുകയും സന്തുഷ്ടചിത്തനായി രാമനെ പൂജിക്കുകയും വീണ്ടും തപസ്സിൽ തുടരുകയും ചെയ്തു. രാമനും ലക്ഷ്മണനും ഗൗതമ മുനിയെ നമസ്കരിച്ചു. മുനിയുടെ അനുവാദവും ആശീർവാദവും വാങ്ങിക്കൊണ്ട് അവർ 3 പേരും മുമ്പോട്ട് നടന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ
ശ്രീരാമൻ മഹർഷിയോട് ചോദിച്ചു, മുനി, ഇന്ദ്രന് എങ്ങനെയാണ് ആ ശാപത്തിൽ നിന്നും മോചനം ലഭിച്ചത്? അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, പുരന്തരൻ്റെ ശരീരമാകെ ലിംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ദ്രൻ അതിൽ വളരെയധികം വിഷമിച്ചു. എന്താണൊരു മാർഗം? ദേവന്മാർ ആലോചിച്ചു. ഇന്ദ്രൻ അശ്വമേധ യജ്ഞം നടത്തി. ലിംഗങ്ങൾ ഉള്ളിലേക്ക് വലിഞ്ഞു വറ്റി അത് നേത്രങ്ങളായി തെളിഞ്ഞു. അതുകൊണ്ട് ഇന്ദ്രന് സഹസ്രനയനൻ എന്നൊരു പേരും സിദ്ധിച്ചു. ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് 3 പേരും ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ ഒരു കടത്തുകാരനുണ്ടായിരുന്നു, കൈവർത്തൻ. ഇവർ 3 പേരെയും കണ്ടപ്പോൾ കൈവർത്തൻ പേടിച്ചു പോയി, ഭയന്ന് വള്ളമിട്ടിട്ട് ഓടിക്കളഞ്ഞു. ഇവിടെ വാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഭസ്മമാക്കും, ഇങ്ങനെ മഹർഷി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ കൈവർത്തൻ പേടിച്ച് അവരുടെ അടുക്കൽ എത്തിച്ചേർന്ന് നമസ്കരിച്ചു. മുനി പറഞ്ഞു, കൈവർത്ത, നീ പേടിക്കണ്ട, ഞങ്ങൾ 3 പേരെയും നീ ഗംഗാനദിയുടെ മറുകര കടത്തണം. അപ്പോൾ കൈവർത്തൻ ദയനീയമായി പറയുകയാണ്, പ്രഭോ, എൻ്റെ വഞ്ചി പഴകി ദ്രവിച്ചതാണ്, നിങ്ങൾക്ക് കയറാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ തോളിലെടുക്കാം, എന്നിട്ട് മറുകര കടത്താം, വരൂ. ഇങ്ങനെ കൈവർത്തൻ പറയുകയാണ്. ഈ സുന്ദര പുരുഷന്മാരെ എവിടെ നിന്നാണ് അങ്ങ് കൊണ്ടുവരുന്നത്? കാൽ കൊണ്ട് തൊട്ടപ്പോൾ ശിലയ്ക്ക് മോക്ഷം കിട്ടി എന്ന് കേട്ടു. പറയാൻ എനിക്ക് ഭയം തോന്നുന്നു. ശിലയ്ക്ക് മോക്ഷം നൽകിയ ആ പാദം കൊണ്ട് സ്പർശിച്ചാൽ എൻ്റെ പഴകി ദ്രവിച്ച തോണി ഒരു പുതിയ തോണിയായി തീർന്നേനെ. ഇങ്ങനെ കൈവർത്തൻ പറയുന്നത് കേട്ടപ്പോൾ അവർ 3 പേരും സന്തോഷത്തോടു കൂടി ആ തോണിയിൽ കയറി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇവനെ പോലെ ദീനനായി ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. രാമൻ ദയോടുകൂടി നോക്കിയപ്പോൾ ആ ശുഭദൃഷ്ടി കൊണ്ട് കൈവർത്തൻ്റെ പഴകിയ തോണി രത്നമയമായ ഒരു തോണിയായി തീർന്നു. അവർ ഗംഗാനദി കടന്നു. അങ്ങനെ കൈവർത്തനോട് യാത്ര ചോദിച്ചതിനു ശേഷം അവർ മുമ്പോട്ട് നടന്നു. രാമൻ ചോദിക്കുകയാണ്, മിഥിലയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? അത് കേട്ടപ്പോൾ മുനി പറയുകയാണ്, രാമ, വേഗം നടന്നോളൂ, ഇനിയും 6 നാഴിക ദൂരമുണ്ട്. അവർ 3 പേരും നടന്നു. അങ്ങനെ അവർ മിഥില ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ താടകാവധവും അഹല്യാമോക്ഷവും കൈവർത്തൻ്റെ കഥയും ഒക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കഥയൊക്കെ മനസ്സിലായോ? ഇനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? വളരെ മനോഹരമായ ഭാഗങ്ങളും വളരെ ദുഃഖകരമായ ഭാഗങ്ങളുമൊക്കെ വരാൻ കിടക്കുന്നു. നിങ്ങൾ മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നമുക്ക് കുറേശ്ശെയായിട്ട് ഈ കർക്കിടക മാസം മുഴുവനും രാമായണം കഥ പറഞ്ഞ് നാമം ജപിച്ച് മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് ഇന്നത്തെ കഥാഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കൊച്ചുകുട്ടികൾക്കൊക്കെ രാമായണവും ഭാരതവും ഒക്കെ പറഞ്ഞു കൊടുക്കണം. അവർ നല്ല സംസ്കാരമുള്ളവരായി വളരട്ടെ. അച്ഛൻ്റെയും മകൻ്റെയും ഭാര്യയുടെയും സഹോദരൻ്റെയും ഒക്കെ കഥ. കുഞ്ഞുങ്ങൾ സ്നേഹമുള്ളവരും നന്മയുള്ളവരുമായി വളരട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.